ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഏകദേശം 10 മാസം സമയമെടുത്തെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റും. എനിക്കുണ്ടായിരുന്ന ഇൻട്രോവേർട്ടിസവും സ്റ്റേജ് ഫിയറും ഒക്കെ ഒഴിവാക്കാനായിട്ടായിരുന്നു സത്യത്തിൽ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അവിടെ നിന്ന് ഫസ്റ്റ് വീഡിയോ സെക്കൻഡ് വീഡിയോ ചെയ്തതിന് ശേഷം പിന്നെ അങ്ങോട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സമയമില്ലാത്തതുകൊണ്ടോ സന്ദർഭമില്ലാത്തതുകൊണ്ടോ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടോ സൗകര്യം ഇല്ലാത്തതുകൊണ്ടല്ല. ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇത് ചെയ്താൽ ഇന്ന റിസൾട്ട് ഉണ്ടാവും, ഇന്ന കണ്ടൻറ്റുകൾ ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാനുണ്ട്. പക്ഷേ ഒരു വീഡിയോ പോലും പിന്നെ അങ്ങോട്ട് ചെയ്തിട്ടില്ല. ഇതിനുള്ള കാരണം അന്വേഷിച്ചപ്പോഴാണ് മടിയാണോ എന്ന് കരുതി മടിയെക്കുറിച്ചൊക്കെ കുറച്ച് എങ്ങനെ മാറ്റണം എന്നൊക്കെ കുറിച്ച് കുറേ ആലോചിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ മനസ്സിലായി മടിയുമല്ല പിന്നെ എന്തായിരിക്കും. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിൽ കുറച്ച് കണ്ടൻറ്റുകൾ ഫസ്റ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കണം സംസാരിക്കേണ്ടത്. വേസ്റ്റ് മാനേജ്മെൻറ്റ്, ട്രാവൽ വ്ളോഗ്സ്, റോഡ് സേഫ്റ്റി, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം എന്നുള്ളായിരുന്നു ഇത്. പക്ഷേ ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കാൻ വന്നിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് പ്രൊക്കാസ്റ്റിനേഷൻ. ഇപ്പോൾ ഞാൻ കണ്ടെത്തിയൊരു വാക്കൊന്നുമല്ല, എല്ലാവർക്കും ഇത് എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് കരുതിയിട്ട് ഭയങ്കര വിഷമടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല. നിങ്ങൾ ഈ വീഡിയോസ് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ പ്രൊക്കാസ്റ്റിനേഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ നീട്ടി വെക്കുന്ന ആൾക്കാർക്ക് ഒരു കുറച്ച് ദീർഘമായിട്ടുള്ള കാര്യങ്ങൾ, ടാസ്കുകൾ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് കൂടി ഈ വീഡിയോസിന് നിങ്ങൾ വന്ന വ്യൂസ് ഒന്ന് നോക്കിയേ, 3 ലക്ഷത്തോളം വ്യൂസ്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രൊക്കാസ്റ്റിനേഷൻ്റെ അളവ് ഇതിലും വളരെ കൂടുതലായിരിക്കും. സോ അതിൻ്റെ ഒരു 1% ഈ ഒരു വീഡിയോ എത്തണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. പ്രൊക്കാസ്റ്റിനേഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം. അത് കാര്യങ്ങൾ നീട്ടി വെച്ചിട്ട് ഡെസ്പ് അടിക്കുക, പിന്നീട് ഗോൾസിലേക്ക് നോക്കിയിട്ട് ഒരു 6 മാസം മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് അന്ന് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഡെസ്പ് അടിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ ഒരു 10-11 മാസമായിട്ട് ഈ പ്രൊക്കാസ്റ്റിനേഷനുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയൊരു വിജയമെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടാകും ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ. അതായത് ഈ വീഡിയോ ചെയ്യാനായിട്ട് കഴിഞ്ഞ വർഷം തൊട്ട് ശ്രമിക്കുന്നതാണ്. പല കാരണങ്ങൾ കൊണ്ട്, വേറെ ഒരു കാരണവും ഇല്ല. ഈ പല കാരണങ്ങൾ പറയുമ്പോഴാണ് ഈ എക്സ്ക്യൂസായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രാറ്റജി, ഇതെങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഈ പ്രൊക്കാസ്റ്റിനേഷൻ ഒഴിവാക്കാനായിട്ട് കുറച്ചധികം സ്ട്രാറ്റജികൾ കണ്ടെത്തിയായിരുന്നു. യൂട്യൂബിൽ ഈ കാണുന്ന യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് തന്നെയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് ആദ്യമായി ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഈ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിൽ നിന്നുള്ള കണ്ടൻറ്റുകൾ തന്നെയാണ് എനിക്ക് ആവശ്യമുള്ള രീതിയിൽ ഞാൻ ഉപയോഗപ്പെടുത്തിയത്. ഓക്കെ, അങ്ങനെ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ സ്വീകരിച്ച 2 കാര്യങ്ങൾ ഇപ്പോൾ പറയാം. ഒന്ന്, പെർഫെക്ഷനിസം ഒഴിവാക്കി. കാരണം ഇനിയുള്ള വീഡിയോസ് നമ്മളൊന്ന് ചെയ്താലല്ലേ അതിലൊക്കെ എന്തൊക്കെ കുറവുണ്ട് കൂടുതലുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റൂ. അത് നിങ്ങളാണ് പറഞ്ഞു തരേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, ലോങ് ടാസ്കുകൾ ഒന്ന് ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ഡൗൺ ദി ടാസ്ക്, ചെറിയ ടാസ്കുകൾ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒരു 5 മിനിറ്റേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇതിൽ കൂടുതൽ കണ്ടൻറ്റ് പറയാനില്ലാത്തതുകൊണ്ടല്ല. ഈ 5 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് തനിയെ നടക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പ്രൊക്കാസ്റ്റിനേഷൻ എങ്ങനെയൊക്കെ ആക്റ്റ് ആകുന്നു എന്നുള്ളത് കുറച്ച് എക്സാമ്പിൾസ് ആയത് അങ്ങ് പറഞ്ഞാലേ നമ്മളും പ്രൊക്കാസ്റ്റിനേറ്റർ ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചോട്ടാ. ഞാനും പ്രൊക്കാസ്റ്റിനേഷനുമായിട്ട് ഒരു ഫൈറ്റാണ്. കുറച്ച് ലക്ഷണങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് തുടർന്നുള്ള വീഡിയോസിൽ കാണാം. ഈ 5 മിനിറ്റേ ഉള്ളൂ, ക്ഷമിക്കുക. ഇതൊരു ട്രയൽ റണ്ണാണ്. കാരണം ഞാൻ ഇപ്പോൾ സ്വീകരിച്ച ഈ മെത്തേഡ് വഴി, അതായത് ബ്രേക്ക് ഡൗൺ ദി ടാസ്ക് എന്നുള്ളത്, കാരണം ഇത് 1 മണിക്കൂർ വീഡിയോ ചെയ്യാനുള്ള കണ്ടൻറ്റാണ്. പക്ഷേ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ലൈഫ് ടൈം ഞാൻ ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ചെറിയ വീഡിയോ വെച്ച് തൽക്കാലം ഒന്ന് സഹിക്കുക. ലൊക്കേഷനും കോസ്റ്റ്യൂമൊക്കെ മാറിയല്ലേ? അതെ, കാരണം ഇങ്ങനെ വീഡിയോ ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച്, എൻ്റെ തലച്ചോറിനെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു പുതിയ ശീലം തുടങ്ങുമ്പോഴും കുറച്ച് ബ്രേക്ക് എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. ഒരു സ്കില്ല് ഒരാൾ മാസ്റ്റർ ചെയ്യാനായിട്ട് 20 മണിക്കൂർ മതി എന്നാണ്. പുതിയൊരു സ്കില്ല് മാസ്റ്റർ ചെയ്യാനായിട്ട് വെറും 20 മണിക്കൂർ മതി എന്നാണ് പറയുന്നത്. അതാണ് 20 hours റൂൾ എന്ന് പറയുന്നത്. പക്ഷേ ആ 20 മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ഫോക്കസ് കൊടുത്ത 20 മണിക്കൂറുകളായിരിക്കണം. അതിനായിട്ട് മാക്സിമം ഒരു 15 മിനിറ്റ് ബ്രേക്ക് കൊടുത്ത് ശ്രമിച്ചു നോക്കുക. അതുകൂടാതെ 1-2 മാക്സിമം, അതിൽ കൂടുതൽ പുതിയ ശീലങ്ങൾ നമ്മുടെ തലച്ചോറിനെ ഒരേ സമയം പഠിപ്പിക്കാതിരിക്കുക. കാരണം മൾട്ടി ടാസ്കിങ് നമ്മുടെ തലച്ചോറിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവസാനം എല്ലാം കൂടി നോക്കുമ്പോൾ നമ്മളെ കിലുക്കത്തിൽ ഇന്നസെന്റ് തിലകൻ കോമ്പോയുടെ ആ ഡയലോഗ്, രാവിലെ അരി അടുപ്പത്തിടാൻ തുടങ്ങിയപ്പോഴല്ലേ വെള്ളം ചൂടാക്കാൻ പറഞ്ഞത്? ചൂടാക്കിയില്ലോ, പച്ചവെള്ളത്തിലാണല്ലോ കുളിച്ചത്. വെള്ളം ചൂടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എണ്ണ കാച്ചാൻ പറഞ്ഞത്. അത് നടക്കൂല, ഇതും നടക്കൂല. എന്നെ കൊണ്ട് ഒരു നേരം ഒരു പണിയെ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു വ്യക്തമായ പ്രാക്ടിക്കലായ സമയപരിധി നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഞാൻ 2 ദിവസം സമയമാണ് ഇട്ടത്, 2 ദിവസത്തെ 1/2 മണിക്കൂർ അങ്ങനെ സെറ്റ് ചെയ്തതുകൊണ്ട്. കാരണം ഇത് 1 മണിക്കൂർ ഞാൻ തീർക്കും എന്ന്
പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഈ വീഡിയോ ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ പ്രൊക്കാസ്റ്റിനേഷന്റെ എക്സാമ്പിൾ കൂടെ കുറച്ച് ഡെയിലി ലൈഫിൽ വരാൻ നമ്മൾ പറഞ്ഞറിയേണ്ട കാര്യമൊന്നുമില്ല. പണ്ട് തൊട്ടേ നമുക്കുള്ള ശീലമാണ്. എക്സാമിന് 1 മാസം കൊണ്ട് 15 ചാപ്റ്റർ പഠിക്കാനുണ്ട്, 2 ദിവസം 1 ചാപ്റ്റർ. കണക്കുകളൊക്കെ ശരിയാവും, പക്ഷെ ഇപ്പോൾ എക്സാമിന്റെ തലേന്ന് നോക്കുമ്പോൾ ആ 15 ചാപ്റ്ററും അങ്ങനെ തന്നെ നിൽക്കും. 30 ദിവസവും കഴിയും. അതുപോലെ ഒരാഴ്ച കൊണ്ട് ഒരു പുതിയ നോവൽ വായിച്ച് തീർക്കണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, നടന്നിട്ടുണ്ടാവില്ല. പിന്നെ പുതിയൊരു സ്കില്ല് പഠിക്കണം, ജിമ്മിൽ പോകണം. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ പ്രൊക്കാസ്റ്റിനേഷൻ നമ്മളെ തടയുന്നുണ്ടെങ്കിൽ അവയെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞ സെറ്റ് ഓഫ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും പറ്റും. അതിനുള്ള ഉദാഹരണമാണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ ജന്മനാ കിട്ടുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് നമ്മൾ ലേൺ ചെയ്യുന്നതാണ്. അതായത് മറ്റേത് സ്കില്ല് നല്ല കാര്യങ്ങൾ ലേൺ ചെയ്യുന്ന പോലെ നമ്മൾ ലേൺ ചെയ്യുന്ന കാര്യം തന്നെയാണ്, നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് പ്രൊക്കാസ്റ്റിനേഷൻ. അതുകൊണ്ട് തന്നെ അതിനെ ഉറപ്പായും തിരുത്താനും കഴിയും.